കോതമംഗലം ലവ് ജിഹാദ് കേസിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാവ്. ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അമ്മ പരാതിയും നൽകി. നിർബന്ധിത മതപരിവർത്തനത്തിൽ മതതീവ്രവാദ ഭീകര സംഘടനകളുടെ പങ്കാളിത്തമുള്ളതായി പരാതിയിൽ സംശയിക്കുന്നു. മകൾ ആത്മഹത്യ ചെയ്തത് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ശ്രമമായി എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയെന്നും പരാതിയിലുണ്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, വളരെ ധീരമായൊരു നിലപാടിലേക്ക് ആ പെൺകുട്ടിയുടെ കുടുംബം എത്തുകയാണ്. ഈ കേസിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ മാതാവ് രംഗത്ത് വന്നിരിക്കുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അമ്മ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്? ഈ പരാതിയിൽ പറയുന്നത് മതതീവ്രവാദികളും അതുപോലെ തന്നെ ഭീകര സംഘടനകളും ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിലുണ്ട് എന്ന് ശക്തമായി തന്നെ ഈ ഒരു പരാതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രധാനമായും കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദുർബല വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളതെന്നാണ് പരാതിയിൽ ഈ പെൺകുട്ടിയുടെ മാതാവ് ആരോപിക്കുന്നത്. ദേശീയ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് NIAക്ക് കൈമാറണമെന്നും കൃത്യമായി തന്നെ ഈ പരാതിയിൽ പറയുന്നു. പ്രധാനമായും ഇതുവരെ പോലീസ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി കേസെടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തേണ്ടതായുണ്ട്. ഇതുവരെയും ആ വകുപ്പുകൾ ചുമത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇപ്പോഴും നിയമോപദേശം ലഭിച്ചതിന് ശേഷം മാത്രം ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിലേക്ക് കടന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘമുള്ളത്. ഇനിയിപ്പോൾ പുതിയ അന്വേഷണ സംഘമാണ് ഇന്ന് പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും 10 പേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘമാണ് നിലവിലുള്ളത്. ആ അന്വേഷണ സംഘത്തിന്റെ കീഴിലായിരിക്കും ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പരിശോധിക്കേണ്ടതായുണ്ട്. അതിനുശേഷം ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന റമീസിന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഇതിനെല്ലാം ശേഷം മാത്രം വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു വിഷയത്തിൽ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തു എന്നുള്ളതാണ് പ്രധാനമായും ഈ പോലീസ് പറയുന്നത്. എന്നാൽ പോലീസ് ഈ വകുപ്പുകളെല്ലാം ചുമത്തിയിരിക്കുന്നത് പ്രതിക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. കൂടാതെ ഈ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം, മതം മാറിയ ശേഷം പ്രതിയുടെ കുടുംബ വീട്ടിൽ താമസിക്കണം എന്നുള്ള വ്യവസ്ഥകളെല്ലാം ഈ റമീസ് വെക്കുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ ഈ രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇതിനുശേഷം ഈ മറ്റു പല കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാളുടെ വീട്ടിലെത്തിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ഈ മതപരിവർത്തനം ചെയ്യണം, മതം മാറണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും മതം മാറണമെന്ന് അറിയിക്കുകയുമായിരുന്നു. ഇതിനെ സംബന്ധിച്ചതോടുകൂടിയാണ് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു തലത്തിലേക്ക് പോയത് എന്നടക്കമുള്ള കാര്യങ്ങളും ഈ പരാതിയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു ദേശീയ സുരക്ഷാ പ്രാധാന്യത്തോടു കൂടി ലവ് ജിഹാദ് എന്നുള്ള ആ ഒരു പ്രവർത്തനത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. അതിനു വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രിക്കും ഈ കേസ് NIAക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ മാതാവ് പരാതി നൽകിയിട്ടുള്ളത്.